ചിലര് പറയുന്നത് ലൈവ് അപ്ഡേറ്റ് ആണ്, ചിലര് പറയുന്നത് ടാസ്ക് അപ്ഡേറ്റ് ആണ്. എന്തരാണെന്ന് എനിക്കറിയത്തില്ല. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു ഒരു അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ കഥയൊന്നുമില്ല, എനിക്ക് 4 എണ്ണം പറയണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഒരു വീഡിയോ കിട്ടും. അത് തന്നെ സംഭവം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഗസ്റ്റ് 5-ാം തീയതി എപ്പിഡോസ്. ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കണ്ടന്റ് പൊക്കോണ്ടിരിക്കുന്നത് കോമണറിനെ ലക്ഷ്യം വെച്ചിട്ടാണ്. കോമൺ സെൻസ് ഇല്ലാത്ത കോമണർ പുള്ളി എന്തൊക്കെയോ തോന്നിവാസം കാണിക്കുന്നു. ഈ തോന്നിവാസത്തിന്റെ പുറകെ ബാക്കി എല്ലാവരും കടന്നു ഓടുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് കോമണർ സക്സസ് ആയി എന്നർത്ഥം. അയാൾ ചിന്തിച്ച ലൈനിലൂടെ തന്നെ അത് പോകുന്നുണ്ട്. അയാളുടെ സ്ട്രാറ്റജി വിജയിക്കുന്നുണ്ട്. അയാളുടെ സ്ട്രാറ്റജി എന്തുവാ? ആണസാ കുണസാ ചൊറിഞ്ഞിട്ട് അയാൾക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ട് അനീഷ് അങ്ങ് ചൊറിയും. അനീഷ് ചൊറിഞ്ഞിട്ട് അനീഷ് ഒരു അക്ഷരം മിണ്ടാതെ തേരാ പാര നടക്കും. ബാക്കിയുള്ളവര് അനീഷിന്റെ പുറകെ ഒരു തേനീച്ച ഇങ്ങനെ വട്ടം കൂടുന്ന പോലെ അനീഷിന് ചുറ്റും കിടന്ന് കണക്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 കണ
അനീഷ് ആദ്യം വഴക്കിടുമ്പോൾ അനീഷിനേക്ക് ക്യാമറ ഫോക്കസ് വരും. ഇവരെല്ലാവരും അനീഷിന്റെ പുറകെ കിടന്ന് കിണികിണികിണിക്കണമെന്ന് പറയുമ്പോഴത്തേനും ക്യാമറ അനീഷിലേക്ക് വരും. അനീഷ് സക്സസ് അണ്ണാച്ചി. സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷ് അഥവാ എഴുത്തച്ഛന്റെയും കുഞ്ചൻ തമ്മിയാരുടെയും കൊച്ചച്ഛൻ്റെ ഇളയച്ഛന്റെ മോന്റെ ഇളയച്ഛന്റെ മോനായിട്ടുള്ള ഈ അനീഷ്, പുള്ളിക്കാരൻ ഒരു തനി മലയാളിയാണ്. പുള്ളിക്ക് മലയാള ഭാഷയോട് അഭേദ്യമായ സ്നേഹമാണ്. നമ്മളെല്ലാവരും വേണ്ടി ബംഗാളികൾ. ആ സെറ്റപ്പിലാണ് പുള്ളി പെരുമാറുന്നത്. പുള്ളിയുടെ ഇന്നത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനോട് വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയാണ്, അനീഷിനോട് ഗുഡ് മോർണിംഗ് പറയാണ്. അപ്പോ നമ്മളൊക്കെ കാണുന്ന ഒരു തരം കാമുകിമാരുണ്ടല്ലോ, അവര് ചെയ്യുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ പുള്ളിക്കാരനൊരു പോക്കങ്ങ് പോകും. പുള്ളിക്കാരന്റെ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു ശശി ഒരുമാതിരി ഇപ്പോഴത്തെ കാമുകന്മാരുടെ ഒരു ഗതിയാണ് ഈ പറയുന്ന ഗുഡ് മോർണിംഗ് പറഞ്ഞ ആളുകൾക്ക്. ഇന്നത്തെ പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സുപ്രഭാതം പറയണം. മലയാള ഷോ ആണ്, സുപ്രഭാതം പറയണം എന്ന് പറഞ്ഞ് സുപ്രഭാതം അത് പറയണം. അതാണ് പുള്ളിയുടെ ഇപ്പുറത്തെ പ്രശ്നം. ഗുഡ് മോർണിംഗ് ഒന്നും പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഈ പുള്ളിക്കാരൻ എന്നാ പിന്നെ മലയാളം മാത്രം സംസാരിക്കുന്നുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകതരം സ്ട്രാറ്റജി. പുള്ളിക്കാരൻ 5 വർഷം കൊണ്ട് ജോലിയും കൂലിയും പോലും കളഞ്ഞിരുന്ന് ബിഗ് ബോസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പഠിച്ച് വന്ന് ഇറക്കുന്ന സാധനങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജി ഇതാണ്, പുള്ളിക്കാരൻ്റെ പ്ലാൻ ഇതാണ് എന്ന് മനസ്സിലായത് മറ്റേ രണ ഫാത്തിമ, ആ കുട്ടിക്കാണ് മനസ്സിലായത്. ആ കുട്ടിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ച്. പക്ഷെ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളത് ആ കൊച്ചിനാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഈയുടെ സ്ട്രാറ്റജി ഇതാണെന്നുള്ള കാര്യം ആ കുട്ടി ഷാനവാസിനോട് പറയുന്നത് കേട്ടു. ചേട്ടാ പുള്ളിയുടെ പുറകെ ഇങ്ങനെ നടക്കാതെ, പുള്ളി എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോട്ടെ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതൊന്നും മനസ്സിലാക്കാതെ ഈ പൊട്ടന്മാരെല്ലാം അങ്ങേര് എന്തെങ്കിലും പറയും, അങ്ങേര് ചൊറിഞ്ഞിട്ട് അങ്ങേരുടെ പാട്ടിനോ പുറകെ നടക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാൾ വരുന്നു നിങ്ങളെടുത്ത് കണസ കൊണസ നിങ്ങളായിട്ടങ്ങ് ചൊറിയുന്നു. നമ്മൾ കണസ കൊണസ ഇവന് പറയാനുള്ള അനീഷ് വായി പറയാൻ തോന്നുന്ന എല്ലാം അങ്ങ് പറഞ്ഞിട്ട് അനീഷ് പിന്നെ ഒരു അക്ഷരം മിണ്ടത്തില്ല. യവനൊന്നും ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാത്ത പോലെ അനീഷ് തേര പര നടന്ന് ജോഗിങ് ചെയ്യോ വാക്കിംഗ് ചെയ്യോ എന്തൊക്കെയോ ചെയ്യുന്നു. ഇതാണ് അനീഷിന്റെ ഒരു സ്ട്രാറ്റജി. ഫുൾ ടൈം ക്യാമറ പുള്ളിയിലേക്ക് ഫോക്കസ് ആകുക എന്നൊരു സാധനമാണ്. നിലവിൽ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ആകുന്നുണ്ട്. അതോടൊപ്പം രാവിലെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അനുമോൾ ചെറുതായിട്ടൊന്ന് കണ്ണിൽ നിന്നും കണ്ണീര് പൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സംഭവം. അത് വൈകിട്ട് എപ്പിസോഡിൽ കാണിക്കുമെങ്കിൽ അതിനകത്ത് പറയാൻ, കാരണം വലിയ കഥയൊന്നുള്ള കാര്യമല്ല. പിന്നെ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണസുന, രേണുസുതി, രേഷ്മ തങ്കച്ചന്റെ വീട് അവിടെയും ചെറിയ ഒരു ചർച്ചയായിട്ടുണ്ട്. ആദ്യം തന്നെ ആദില ചോദിക്കുന്നു, പുറത്തുള്ളൊരു കാര്യമാണ്, ചോദിച്ചോട്ടെ പെർമിഷനൊക്കെ എടുത്ത് മഞ്ഞോട്ട് ചോദിക്കുന്നു. കമോൺ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് രേണു പെർമിഷൻ കൊടുക്കുന്നു. കാരണം രേണു എന്താ തള്ളു പോലും താഴാത്ത രേണുവാണ്, താഴത്തിലടാ. അപ്പൊ ചോദിക്കാൻ പറയുന്നു. അങ്ങനെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ വീടിനെ കുറിച്ചുള്ള ഒരു കോൺവെർസേഷനാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ വീടിനെ കുറിച്ചൊരു ചോദ്യം എങ്ങനെ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അനുമോൾ എടുത്തിരിപ്പുണ്ടായിരുന്നു. അനുമോൾ അന്നേരം പറയുന്നു അത് വീട് നമ്മളെ കൊണ്ട് ഇപ്പൊ ഒറ്റയടിക്ക് വെക്കാൻ പറ്റത്തില്ല, അപ്പൊ ആ ഒരു നന്ദി കാണിക്കണമെന്ന് ആ ചോദ്യം സ്കിപ്പ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരിയായ രേഷ്മ തങ്കച്ചൻ രേണു പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്ന അതേ ഡയലോഗ് അവിടെയും പറഞ്ഞു. ഏത് ഡയലോഗ്? എനിക്ക് എന്റെ ശരികളുണ്ട്, എനിക്കതൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല, നന്ദിയില്ലായ്മയാണ് എന്റെ നന്ദി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി എന്തൊക്കെയോ പറഞ്ഞു. പുള്ളിക്കാരിയുടെ തനിക്കുണം കാണിച്ചു തുടങ്ങി എന്നാണ് അർത്ഥം. ഈ രേണുവിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ രേണുവിന്റെ ഇൻട്രോ എടുത്തത് രേണുവിന്റെ വീട്ടിൽ വെച്ചിട്ടല്ല, രേണുവിന്റെ ചേച്ചി വാടകയ്ക്ക് എടുത്ത വീട്ടിൽ വെച്ചിട്ടാണ്. ഒരു തരത്തിലും റിയാസിനോ മറ്റേ ബിഷപ്പിനോ ആർക്കും ഒരു പ്രൊമോഷനും പോകരുത് എന്ന് ചിന്തിച്ചിട്ടാണ് രേണു അങ്ങനെ ചെയ്തത്, സ്വാഭാവികമായിട്ടും. 2, ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം മുത്തുമ്പോൾ കൊഞ്ഞണം കുത്തുന്ന ഒരു പരിപാടിയാണ്. പിന്നെ എന്റെ പേഴ്സണൽ ചോദ്യം ചോദിക്കാൻ പാടില്ല, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ആണ് രേണു സംസാരിക്കുന്നത്.
രേണുവിന് തന്നെ അറിയാം കാണിക്കുന്നത് ഇല്ലായ്മയാണെന്നുള്ള കാര്യം, എന്നിട്ടും അത് തന്നെ കാണിക്കുന്നു. അതാണ് എൻ്റെ ശരികൾ എന്ന് പറഞ്ഞ് വാദിക്കുന്നു. നല്ല ശരികളാണ്. ബിഗ് ബോസ് മിക്കവാറും പിടിച്ച് മനോടിച്ച് വിടാനുള്ള സാധ്യത എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ മറ്റേ പണിപ്പുര എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ റൂമിനകത്ത് ഇവരുടെ സാധനങ്ങളും തുണിയും മണിയൊക്കെ എടുത്ത് പൂട്ടി വെച്ചേക്കാണ്. ആ നവീൻ എന്ന് പറയുന്ന മുടിയൊക്കെ വളർത്തിയ പയ്യനാണെങ്കിൽ നാറിയിട്ട് നിൽക്കാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മുടെ ഹിന്ദിക്കാർ പറഞ്ഞത്. കാരണം ഇവരുടെ ഡ്രസ്സെല്ലാം അതിനകത്താണ്. ഡ്രസ്സില്ലാതെ കുളിച്ചു കഴിഞ്ഞാൽ മാറാൻ പറ്റത്തില്ല, ഇതെല്ലാം മുഷിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് കിട്ടണമെങ്കിൽ ഒരു ടാസ്ക് ഉണ്ട്. ആദ്യം ഈ പണിപ്പുരയുടെ റൂൾസ് ഇരുന്ന് അനീഷ് കാണാപ്പാടം പഠിക്കുന്നു. 2 പേർക്കേ കയറാൻ പറ്റത്തുള്ളൂ, 2 പേർക്കേ കയറാൻ പറ്റത്തുള്ളൂ, 2 പേർക്കേ കയറാൻ പറ്റത്തുള്ളൂ, കയറുന്നാൾ ഇന്ന സാധനങ്ങളെ എടുക്കാൻ പാടുള്ളൂ, കയറുന്നാൾ ഇന്ന സാധനങ്ങൾ എടുക്കാൻ പറ്റും, ഇത്ര ലക്ഷറി പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റൂ, ബാക്കിയെല്ലാം തിരിച്ചു വെക്കേണ്ടതാണ്. ഇങ്ങനെ ഇരുന്ന് കാണാപ്പാടം പഠിക്കുന്ന ഒന്നെങ്കിൽ ബുദ്ധി കൂടി പ്രാന്തായി പോരത്തെ, അല്ലെങ്കിൽ ക്യാമറ ഫോക്കസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ തോന്നിവാസം കാണിക്കുന്ന ഒരുത്തൻ, അതുമല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി കേട്ടോ. പുള്ളി എന്തുകൊണ്ടാണ് പുള്ളിയുടെ ഈ ഇങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്, എനിക്ക് കണക്ട് ആവുന്നുണ്ട് സംഭവം. അപ്പൊ പുള്ളി ടാസ്ക് ലെറ്ററൊക്കെ ഇത് വായിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരെ സെലക്ട് ചെയ്യാം. ഈ 2 പേർക്ക് അതിനകത്തേക്ക് കയറി ഈ ലക്ഷറി സാധനങ്ങളൊക്കെ ചൂസ് ചെയ്യാം. അപ്പൊ കുറച്ച് ബുദ്ധിയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അബിശ്രീയാണ്. അബിശ്രീ എന്നാണ് പറയുന്നത് ആദില നൂറെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അവരെ അങ്ങോട്ട് കയറ്റി വിടാം. അപ്പൊ അവര് മൊത്തത്തിൽ 2 പേരെ കയറ്റാൻ പറ്റത്തുള്ളൂ, നമുക്ക് 3 പേരെ കയറ്റാം, അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു സജഷൻ വെക്കുന്നു. ബിഗ് ബോസ് കിടന്ന് പൊളിക്കുന്നു. ഞാൻ പറയട്ടാ, നീയൊക്കെ പോണ കാരണമാണ് ഞാനിവിടെ എന്തിനാണെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സംസാരിക്കുന്നു. അതിനുശേഷം ഇവര് സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തുന്നു. അന്നേരവും അനീഷ് എന്തായിരുന്നു വാക്കെന്തായിരുന്നു? ക്ലാരിറ്റി ഇല്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇത് തന്നെ പുള്ളി പറയുന്നത് ക്ലാരിറ്റി ഇല്ല. ഇവർക്ക് ക്ലാരിറ്റി ഇല്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കണം. നമ്മളങ്ങനെ വളരെ കവ്വാൽ നോക്കുമ്പോൾ പുളപ്പങ്ങ് പുളന്നതിന് അമ്മതിരി വെറുപ്പിയിലാണ് അനീഷ് എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, വളരെ നല്ലതാണ്. എല്ലാ ഫോക്കസ് അതിലേക്കാണ്. അനീഷിനെയും രേണുവിനെയും ചൊറിയുക എന്നുള്ള വിഷയത്തിൽ ഒരു ലക്ഷ്യത്തിലാണ് ബാക്കി അപ്പാനി, ശരത്തായാലും അബിശ്രീ ആയാലും എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ഇവർ ഈ 3 പേരെ വിടാനായിട്ട് തീരുമാനിച്ചു. ആരൊക്കെയാ? ആദില നൂറ ഒരു കണ്ടസ്റ്റന്റ്, 2 അക്ബർ ഷാ, ഇത്രയും പേരെ അങ്ങോട്ട് വിടാനായിട്ട് തീരുമാനിക്കുന്നു. അതിനെന്തോ ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്കിനകത്ത് ജയിച്ച് എത്ര പോയിന്റ്സ് കിട്ടുന്നു അതനുസരിച്ച് എടുക്കാൻ പറ്റൂ. അപ്പോൾ അക്ബർ ലക്ഷറി ഐറ്റംസ്, ഫുഡും കാര്യങ്ങളൊക്കെ വാരി വലിച്ച് പുണക്ക എടുക്കുന്നു. ഇവർ 2 കൂടെ ഡ്രസ് ഐറ്റംസും ബാക്കിയെല്ലാം എടുക്കണം. ഈ ഡ്രസ്സ് എടുക്കുമ്പോൾ എന്താ, ഈ ഷർട്ട് എടുത്താൽ അതിന്റെ തന്നെ പാൻറ് എടുക്കണം, ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്നെ താഴത്ത് എടുക്കണം, എന്തെങ്കിലും ഇടാൻ പറ്റും. ചെരുപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു ജോഡി ചെരുപ്പായിട്ട് എടുക്കണം, അല്ലെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. ലക്ഷറി പോയിന്റിനൊക്കെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറെ വള്ളിക്കെട്ടുള്ള ഒരു റൂമാണ് ഈ പണിപ്പുര എന്ന് പറയുന്നത്. ഒരു 7ന്റെ പണിയാകാനുള്ള സാധ്യത ഉണ്ട്. 8ന്റെ പണി എന്നുള്ള നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇനി മാറ്റി 7ന്റെ പണി നാക്കുമെന്ന ബിഗ് ബോസ് തോന്നുന്നത്. അപ്പോൾ 2 പേരെ കയറ്റേണ്ടടുത്ത് ആദില നൂർ ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് 3 പേരെ കയറ്റാം എന്നുള്ള രീതിയിൽ ഇവർ ചിത്രീകരിക്കും. ബിഗ് ബോസ് അപ്പൊ ചോദിച്ചു, മാനെ ഉറപ്പിക്കാവാ മാനെ, ഇനി മാറ്റി പറത്തില്ലല്ലോടാ കുട്ട, ഇത് 7ന്റെ പണിയാണെന്നുള്ള ഓർമ്മ ആണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒരു വാണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറുമ്പോൾ എന്താകും എന്നുള്ളത് നോക്കാം. ഏതായാലും നിലവിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ജാസ്മിൻ ഗബ്രിയെ പോലെ അനീഷിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ബിഗ് ബോസ് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അനീഷിന്റെ ഒരുമാതിരി ഒരു വൃത്തികെട്ട ചൊറി. എന്തൊരു വൃത്തികെട്ട ചൊറിയാണത്, ഒരു സുഖമില്ലാത്ത ചൊറി. ഒരുത്തനെ വന്ന് ചൊറിയുമ്പോൾ അവൻ എന്താ എനിക്ക് പറയാനുള്ള പറഞ്ഞു, നീ എന്ത് കൊണാണേലും പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ ഒരു ചൊറി. കൊള്ളാട്ടോ, എനിക്ക് ആ സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടു. അതായത് 2 ആഴ്ച എന്തായാലും കാണും. നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത്. നിങ്ങൾ ഇതിൽ ഏത് കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. എന്നോട് എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മിനിറ്റിൽ താഴെയുള്ള ഒരു വോയിസ് മെസ്സേജ് അയക്കുക. അത് നമ്മൾ ഇവിടെ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. നല്ലതാണെങ്കിൽ കേട്ടോ, എനിക്കൂടെ അത് റിയാക്ട് ചെയ്യണം തോന്നുന്ന ആപ്റ്റ് ആയിട്ടുള്ള വോയിസ് ആണെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇനി ഫൈനൽ എപ്പിഡോസ് കഴിയുമ്പോൾ വരാം മറ്റൊരു വീട്ടാണ്.